ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൊപ്പു വ്ളോഗ്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണമൊക്കെ ആയില്ലല്ലേ? അപ്പോൾ ഇവിടെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മ. ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത്, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് ഉള്ളത് കേട്ടോ. പുളിയിഞ്ചി ആക്കുന്നുണ്ടേ. എനിക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ അധികം കഴിക്കാറുമില്ല. പിന്നെ കല്യാണത്തിനൊക്കെ പോയാൽ ഞാൻ പുളിയിഞ്ചി കഴിക്കുന്നത് കുറവാണ് കേട്ടോ. പക്ഷേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ പുളിയിഞ്ചി ഫാനായി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. വേണ്ടവർക്ക് ഞാൻ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം കേട്ടോ. അച്ഛനിവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ വരുമ്പോഴേക്ക് അമ്മ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നാളത്തേക്ക് ഇത് റെഡിയാക്കി വെച്ചാൽ പിന്നെ വേറെ കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ മതിയല്ലോ. പിന്നെ ഇവിടെ പൂവൊക്കെ ആഞ്ഞു വെച്ചിട്ടുണ്ട്. അനിയത്തിയും അനിയനും കൂടി പൂവൊക്കെ ആഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മയുടെ പുളിയിഞ്ചിട്ട് റെഡി ആയിട്ടാ. ഇതാണ് നമ്മുടെ പുളിയിഞ്ചിയുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ഓണത്തിൻ്റെ സദ്യ വിളമ്പുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരാവേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.